ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. PSC അംഗത്വത്തിന് കോഴ നൽകിയെന്ന വിവാദത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി KP പ്രകാശ് ബാബു. തൊഴിൽ മേഖലയുടെ ആവശ്യത്തിനനുസരിച്ച് പഠനം നൈപുണ്യ കേന്ദ്രീകൃതമാക്കണമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ. പ്രണയത്തിന് ഇന്നും മാപ്പ് കൊടുക്കാത്ത സമൂഹത്തിൽ നിന്നാണ് കുമാരനാശാൻ കവിത എഴുതിയതെന്ന് MN കാരശ്ശേരി. ICSE സ്കൂളുകളുടെ സംസ്ഥാന തൈക്കാൻഡോ ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ലയാല സ്കൂളിന് 34 പോയിന്റോടെ വിജയം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. PSC അംഗത്വത്തിന് കോഴ നൽകിയെന്ന വിവാദത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി KP പ്രകാശ് ബാബു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് BJP ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PSC കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് BJP ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചെറുവണ്ണൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി KP പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. കോഴ വിവാദത്തിൽ ഉന്നതതല ഗൂഢാലോചന ഉണ്ടായെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും പിടിക്കപ്പെട്ടപ്പോൾ പ്രാദേശിക നേതാവിനെ പഴിചാരി തലയൂരാനാണ് CPM ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ റിയാസിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, കോഴിക്കോട് നടന്നിട്ടുള്ള PSC അംഗത്തിന് കോഴ വാങ്ങി എന്നുള്ള ആരോപണം മുഹമ്മദ് റിയാസിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടക്കണം. അദ്ദേഹത്തിന്റെ പേരിലാണ് എല്ലാ വിവരങ്ങളും പുറത്തു വന്നത്. അദ്ദേഹവും ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ സംശയപ്പെടുവാക്കുന്ന കാര്യമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ എല്ലാത്തിനൊന്നും പോകുന്നില്ല. ഈ മാഫിയകൾ മുഹമ്മദ് റിയാസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഗവർണറും കരീമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുമുള്ള കോഴിക്കോടുള്ള ഈ മാഫിയ ബന്ധം ഇന്ന് കേരളത്തിലെ യുവജനങ്ങളുടെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ഈ PSCയെ ശുദ്ധീകരിക്കാനുള്ള ഒരു സാഹചര്യമായി നമുക്ക് ഉപയോഗിക്കാം. ഉദ്ഘാടന പരിപാടികൾക്കു ശേഷം റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മണ്ഡലം പ്രസിഡന്റ് ഷിനു പിന്നാണത്ത് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കൗൺസിൽ അംഗം BK പ്രേമൻ, KP വേലായുധൻ, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി ഷൈമ പൊന്നത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിംജീഷ് പാറപ്പുറം, വൈസ് പ്രസിഡന്റ് C സാബുലാൽ, ഗിരീഷ് P മേലടത്ത്, AV ഷിബീഷ്, സജീഷ് കാട്ടുങ്ങൽ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. തൊഴിൽ മേഖലയുടെ ആവശ്യത്തിനനുസരിച്ച് പഠനം നൈപുണ്യ കേന്ദ്രീകൃതമാക്കണമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഉദ്യോഗ് ജ്യോതി പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. തൊഴിൽ രംഗത്ത് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം തേടി ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഉദ്യോഗ് ജ്യോതി പദ്ധതി പ്രഖ്യാപനം മലബാർ ചേംബർ ഓഫ് ഹാളിൽ നടന്ന HR മാനേജേഴ്സ് കോൺക്ലേവിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. അഭ്യസ്തവിദ്യരായ യുവജനങ്ങളിൽ തൊഴിൽ മേഖല ആവശ്യപ്പെടുന്ന നൈപുണ്യത്തിന്റെ കുറവുണ്ട്. ആ കുറവ് അവരുടെ പഠന കാലയളവിൽ തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങണമെന്നും അതിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഉദ്യോഗ ജ്യോതി പദ്ധതിയെന്നും കളക്ടർ പറഞ്ഞു. വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാകാനുള്ള കേരളത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണിതെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. In terms of skill training, we have a lot of things. Government does a lot. Government trains. We have different levels of training. Entrepreneur development also. We have
It could be a very basic skilling like a plumbing job, it could be a electrician job, and we have high-end trainings also which are available through ICT Academy, through Digital University, and we have so many schemes going on. But still we feel that there's something missing, because the demand is so huge. We're not able to cater to that demand. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മലബാർ ചേംബർ ഓഫ് കോമേഴ്സ്, കാലിക്കറ്റ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഇനീഷ്യേറ്റീവ്, കേരള നോളജ് ഇക്കണോമി മിഷൻ, എംപ്ലോയബിലിറ്റി സെന്റർ, കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്, അസാപ്, കോളേജുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. പരിപാടിയിൽ കെഡിസ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM റിയാസ്, ചേംബർ പ്രസിഡന്റ് MA മെഹബൂബ്, അജയൻ K അനാട്ട് എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് കളക്ടർ ആയുഷ് ഗോയലും സന്നിഹിതനായിരുന്നു. സദസ്സിലുള്ളവരുമായി ചോദ്യോത്തരവും നടന്നു. ജില്ലയിലെ തൊഴിൽ വ്യാപാര രംഗത്തെ സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയും പങ്കാളിത്തവും പദ്ധതി നിർവഹണ ഘട്ടങ്ങളിൽ ഉറപ്പാക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രണയത്തിന് ഇന്നും മാപ്പ് കൊടുക്കാത്ത സമൂഹത്തിൽ നിന്നാണ് കുമാരനാശൻ കവിത എഴുതിയതെന്നും സ്ത്രീയെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നും MN കാരശ്ശേരി. മഹാകവി കുമാരനാശന്റെ ചരമശതാബ്ദി ആചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതിയുടെ നേതൃത്വത്തിൽ മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമ്മേളനം സംഘടിപ്പിച്ചു. പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആശാന്റെ കൃതികളിൽ ആണിന്റെ മുകളിലാണ് എപ്പോഴും സ്ത്രീകളെ അവതരിപ്പിച്ചതെന്നും ശാരീരിക മാനസിക ബലം സ്ത്രീകൾ കാണുന്ന തിരിച്ചറിവിലാണ് ഇത്തരം കൃതികളെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ ശ്രദ്ധേയമായ കവിത എന്ന് പറയുന്നത് 1907 വരുന്ന വീണപൂവാണ്. അത് പ്രണയ ഒരു പൂ വീണെടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വണ്ട് വന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നത്. അദ്ദേഹം പറയാൻ യാതൊരു സംശയമില്ല. കില്ലില്ലയെ ഭ്രമണവരന നീ വലിച്ചു തെല്ലെങ്കിലും ശലഭമേനിയ വാലിയാതെ എന്നെ മോഹിച്ചിട്ട് നിന്റെ സൗന്ദര്യം കണ്ടിട്ട് ചിത്രശലഭങ്ങൾ വന്നതാണ്. നീ ഒന്നും കണക്കാക്കിയില്ല. നീ ആരെ പ്രേമിച്ചു? നീ വണ്ടിനെ പ്രേമിച്ചു. അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിന്നരികിൽ വന്ന് മട്ടമിട്ട് വല്ലാതെ നിലവിളിക്കുകയില്ലാണ്. അവിടെ തന്നെ അതിന് വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. ആരാണ് വീണത്? അത് നാരായണ ഗുരു സുഖലാതെ കിടക്കുകയാണ്. വേറെയൊന്നും മതാമയാണ്. അത്തരം ജീവചരിത്രപരമായ കാര്യങ്ങൾ ചരിത്രത്തെ വിട്ടിട്ട് നമ്മളെ 51 ശ്ലോകമുള്ള ആ കവിത, ദീർഘമായ കവിത, അത്രയും പ്രസിദ്ധമായ ഒരു കവിത, ഒറ്റ കവിത ആശാന്റെ തന്നെ ഒരു കവിയുടെയും മലയാളത്തിലുണ്ടായി. അതിന് മാത്രം ഒരു കാരണം അത് തിരുവിതാംകൂർ അച്ചടിച്ചു. പിന്നെ മലബാറിൽ അത് പുനഃപ്രകാശനം ചെയ്യപ്പെട്ടു. കേരളവും അത് അന്നേ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തി ഒരുപടി തവണ. പരിപാടിയിൽ UK കുമാരൻ അധ്യക്ഷനായിരുന്നു. 150-ാം വയസ്സിലും കുമാരനാശാൻ യൗവനയുക്തനായി തുടരുകയാണെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. ഡോക്ടർ ഖദീജ മുന്താസ്, പോൾ കല്ലാനോട്, KP സജി, ഡോക്ടർ M ജ്യോതിരാജ്, VK ബാലകൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോടിന്റെ സാഹിത്യ നഗര പ്രഖ്യാപന ചടങ്ങ് രാഷ്ട്രീയ നഗരത്തിന്റെ ഉദ്ഘാടനമായി തോന്നിയെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച സാംസ്കാരിക സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോടിന്റെ സാഹിത്യ നഗര പദവിയുടെ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. സാഹിത്യ നഗരത്തിന്റെ പ്രഖ്യാപന ചടങ്ങ് രാഷ്ട്രീയ നഗരത്തിന്റെ ഉദ്ഘാടനമായി തോന്നിയെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. എഴുത്തുകാർ വേണ്ടേ അത്തരം പ്രഖ്യാപനം നടത്താനെന്നും അദ്ദേഹം ചോദിച്ചു.
പി കെ ഗോപി, പി പി ശ്രീധരനുണ്ണി, പി കെ പാറക്കടവ്, മോൻ ജെൻസൺ പുത്തൻവീട്ടിൽ, ഒ അബ്ദുറഹിമാൻ, ഇ സുധാകരൻ, ടി കെ എ അസീസ്, ബന്ന ചേന്ദമംഗല്ലൂർ തുടങ്ങിയവരും സംസാരിച്ചു. ഈ നഗരം ഓരോ വിദേശ നങ്കൂരവും വിരിമാറിലാഴത്തിലൂന്നി, ഈ നഗരഭാഷയ്ക്ക് സഹോദര്യത്തിന്റെ നവരസക്കളിവേദി സാക്ഷി. അതിലെന്റെ ജീവന്റെ ജീവനാം സംഗീത സ്വരരാഗ നദികൾ ഒഴുകുന്നു. അതിലെന്റെ ആനന്ദ സുസ്മിതാത്മാവിന്റെ കിളിമകൾ ചിറകടിക്കുന്നു. ഈ വഴികൾ അപരിചിതന്റെ പാദങ്ങൾക്ക് തണലും നിലാവും പകർന്നു. നിറസൗഹൃദം നീട്ടി ഏതു ദേശാടന കിളികൾക്കും അഭയമരമേകി. ജമാഅത്തെ ഇസ്ലാമി സിറ്റി പ്രസിഡന്റ് ടി മുഹമ്മദ് ഷെരീഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ICSE സ്കൂളുകളുടെ സംസ്ഥാന തൈക്കാൻഡോ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് സമാപിച്ചു. 34 പോയിന്റ് നേടി കോഴിക്കോട് ലയോള സ്കൂൾ കിരീടം നേടി. ഫാദർ ആന്റോ മുരിങ്ങാടത്തേരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകളാണ് തൈക്കാൻഡോ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ 34 പോയിന്റ് നേടിയാണ് ആതിഥേയരായ കോഴിക്കോട് ലയോള ഒന്നാം സ്ഥാനത്തെത്തിയത്. 31 പോയിന്റ് വീതം നേടി തൃശൂർ ചാവക്കാട്ടെ സെയിന്റ് ഫ്രാൻസിസ് സ്കൂളും ഇടുക്കി കട്ടപ്പന ഓക്സിലം സ്കൂളും രണ്ടാം സ്ഥാനം പങ്കിട്ടു. ആലപ്പുഴ പുന്നപ്രയിലെ കാർമൽ ഇന്റർനാഷണൽ സ്കൂൾ, കൊച്ചി പള്ളുരുത്തിയിലെ സെയിന്റ് അലോഷ്യസ് കോൺവെന്റ് സ്കൂൾ, തിരുവനന്തപുരം നന്ദൻകോട്ടെ ഹോളി ഏഞ്ചൽസ് സ്കൂൾ, ചേവരമ്പലം സെന്റ് മേരീസ് സ്കൂൾ, കണ്ണൂർ പള്ളിക്കുന്ന് ശ്രീപുരം സ്കൂൾ എന്നിവയും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ പയസ് വച്ചാമ്പറമ്പിൽ ട്രോഫികൾ സമ്മാനിച്ചു. ഫാദർ ആന്റോ മുരിങ്ങാത്തേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലയോള സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ റാംലത്ത് തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരപ്പിൽ MM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സമ്പൂർണ്ണ ക്ലാസ് റൂം ലൈബ്രറി പ്രഖ്യാപനം ജൂലൈ 26 വെള്ളിയാഴ്ച സ്കൂളിൽ നടക്കും. പ്രഖ്യാപനം പ്രശസ്ത സാഹിത്യകാരൻ M മുകുന്ദൻ നിർവഹിക്കും. എഴുത്തുകാരും ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും പങ്കെടുക്കും. 36 ക്ലാസ് റൂമുകളിലായി, അതായത് 5ാം തരം മുതൽ 10ാം തരം വരെയുള്ള എല്ലാ ക്ലാസ് റൂമുകളിലും ഒരു സെൽഫും 200ഓളം പുസ്തകങ്ങളും സജ്ജീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ 2:30 മണിക്ക് നമ്മുടെ പ്രശസ്ത സാഹിത്യകാരൻ M മുകുന്ദൻ അവർക്ക് നിർവഹിക്കുന്നതാണ്. പരപ്പിൽ MM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC 1977-78 ബാച്ചിന്റെ സാംസ്കാരിക കൂട്ടായ്മയായ വേവ്സ് ബാച്ചിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് രൂപം നൽകിയ പദ്ധതിയാണ് ക്ലാസ് റൂം ലൈബ്രറി. സ്കൂളിലെ 5 മുതൽ 10 വരെയുള്ള ഡിവിഷനുകളിലെ 36 ക്ലാസ് മുറികളിൽ ഓരോ ഷെൽഫും അതിൽ 200-ൽ പരം പുസ്തകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ പദ്ധതി. സ്കൂളിലെ സമ്പൂർണ്ണ ക്ലാസ് റൂം ലൈബ്രറിയുടെ പ്രഖ്യാപനം ജൂലൈ 26 സ്കൂളിൽ നടക്കും. പ്രശസ്ത സാഹിത്യകാരൻ M മുകുന്ദൻ പ്രഖ്യാപനം നിർവഹിക്കും. ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ MK മുനീർ MLA, അഹമ്മദ് ദേവർകോവിൽ MLA എന്നിവർ വിശിഷ്ടാതിഥികളാകും. ബാച്ചിന്റെ അടുത്ത പ്രൊജക്റ്റായ വെള്ളിമാട് കുന്നിലെ ഗവൺമെന്റ് ആശാഭവൻ, മാനാഞ്ചിറയിലെ ഫീബേർഡ് ഷെൽട്ടർ ഹോം എന്നിവിടങ്ങളിൽ സ്ഥാപിക്കുന്ന ലൈബ്രറികളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് CEV അബ്ദുൾ ഗഫൂർ, ജനറൽ സെക്രട്ടറി KV ഇഷാഖ്, ട്രഷറർ AV റഷീദ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു വേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ASG വാസൻ ഐ ഹോസ്പിറ്റലിൽ വിവിധ റെറ്റിന തകരാറുകൾക്കുള്ള ചികിത്സ നടത്താൻ നൂതന സംവിധാനങ്ങളോടെയുള്ള വിട്രെക്ടമി ശസ്ത്രക്രിയാ വിഭാഗം സജ്ജമായി. ആശുപത്രിയിൽ മുതിർന്ന പൌരന്മാർക്ക് ഓഗസ്റ്റ് 21 വരെ സൗജന്യ OP ചികിത്സ നൽകുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. ചീഫ് മെഡിക്കൽ ഓഫീസറും കോർണിയ, തിമിരം, മെഡിക്കൽ റെറ്റിന, റിഫ്രാക്റ്റീവ് സർജനുമായ ഡോക്ടർ അമ്രീനാണ് വിട്രെക്ടമി വിഭാഗത്തിന് നേതൃത്വം നൽകുന്നതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. കൂടാതെ വിട്രിയോ റെറ്റീനൽ സർജൻ ഡോക്ടർ K. കൃഷിൻ, ഡോക്ടർ താര നരേന്ദ്രൻ, ഡോക്ടർ നിത്യാഭായ് എന്നിവരും സംഘത്തിലുണ്ട്. റെറ്റീന ശസ്ത്രക്രിയ വിദഗ്ധരുടെ മുഴുവൻ സമയ സേവനവും ആശുപത്രിയിൽ ലഭ്യമാണ്. വിദഗ്ധ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒപ്പം ആധുനിക സാങ്കേതിക വിദ്യയും ASG വാസൻ ഐ ഹോസ്പിറ്റലിൽ ലഭ്യമാണെന്ന് അധികൃതർ പറഞ്ഞു. 2 തരം ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും പിന്നെ സർജറി. മെഡിക്കലിൽ വരുന്നത് ലേസറും പിന്നെ ഇഞ്ചക്ഷൻസാണ്. പിന്നെ സർജറിയിൽ വരുന്നത് വിട്രെക്ടമി സർജറി, ബക്ലിംഗ് സർജറിയാണ്. അപ്പം ഓരോ സ്റ്റേജ് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് വന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ സർജറി വേണോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണോ. അപ്പം ബോത്ത് ലേസറും പിന്നെ സർജറിയും എല്ലാ ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ഈ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. കോഴിക്കോട്, തൃശൂർ, കൊച്ചി, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിൽ ASG വാസൻ ഐ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഇൻഷുറൻസും സ്വീകരിക്കുന്നുണ്ട്. കൂടാതെ എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിൽ എംപാനൽ ചെയ്തിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് ഓഗസ്റ്റ് 21 വരെ സൗജന്യ OP ചികിത്സയും നൽകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നൃത്തായനം 2024 എന്ന സൗത്ത് ഇന്ത്യൻ ഡാൻസ് ടൂർ ജൂലൈ 26 അഴകൊടി ദേവീക്ഷേത്രത്തിൽ അവതരിപ്പിക്കും. 15ഓളം ഭരതനാട്യം നർത്തകികളാണ് പരിപാടിയുടെ ഭാഗമാകുന്നത്. കോയമ്പത്തൂരിലും ചിദംബരത്തും പരിപാടി അവതരിപ്പിച്ച ശേഷമാണ് സംഘം കോഴിക്കോട്ട് അരങ്ങിലെത്തുന്നത്. പിന്നെ ശങ്കരകൃപ എന്ന് പറഞ്ഞിട്ട് ഒരു വെന്യൂ, അവരൊരു കൂട്ടമ്പലം മോഡലിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിദംബരം ടെമ്പിളിൽ ചെയ്തു. പിന്നെ കോഴിക്കോട് നടക്കുന്ന പരം ഫെസ്റ്റിവൽ ഉണ്ട്, ഡാൻസ് ഫെസ്റ്റിവലിൽ നമ്മൾ പെർഫോം ചെയ്യുന്നു. പിന്നെ തൃപ്പൂണിത്തുറ ലയൺ കൂട്ടമ്പലത്തില് അവസാനത്തെ പെർഫോമൻസ്. പിന്നെ നമ്മളെല്ലാവരും USA സിയാറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മലയാളികളുണ്ട്, തമിഴുണ്ട്. വ്യത്യസ്തമായ കഥകളും ആഖ്യാന ശൈലിയുമായി ഇതിനോടകം ശ്രദ്ധ പിടിച്ചുപറ്റിയ പരിപാടിയാണ് നൃത്തായനം. പരമ്പരാഗത ഭരതനാട്യ ഇനങ്ങളോടൊപ്പം പുതുതായി രചിച്ചു ചിട്ടപ്പെടുത്തിയ ശരഭേശ്വരൻ, സാംസൺ സലോമി, ഡസ്ഡിമോണ, അഭിരാമി ദേവി, ഗുരുവായൂരപ്പൻ, ഊരുംഭാഗം, അയ്യപ്പൻ എന്നിവയും അവതരിപ്പിക്കുമെന്ന് ഉപാസനയുടെ ക്രിയേറ്റീവ് ഡയറക്ടറും നർത്തകിയുമായ ലിസ മാത്യു പറഞ്ഞു. റീസെന്റ് ചെയ്തത് സൂര്യ ഫെസ്റ്റിവലില് ദേവകി എന്ന് പറഞ്ഞിട്ട് ഐറ്റം ചെയ്തു. അതുപോലെ തന്നെ രണ്ടാം മൂഴം ഈ കോഴിക്കോട് തന്നെയാണ് ദേശാഭിമാനി നടത്തിയ ഒരു ഫെസ്റ്റിവലില് MTയുടെ രണ്ടാം മൂഴം മോഹിനിയാട്ടത്തിലേക്ക് ചെയ്തിരുന്നു. ഇവ കൂടാതെ മദർ മേരി, റാണി ലക്ഷ്മിബായ് എന്നിവയും ലിസയുടെ ഭരതനാട്യം രചനകളിൽപ്പെടും. ജൂലൈ 20 തുടക്കം കുറിച്ച നൃത്തപരിപാടി 26 അഴകൊടി ദേവീക്ഷേത്രത്തിൽ അവതരിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള നൂതന ചികിത്സാ രീതിയായ ലേസർ ആൻജിയോപ്ലാസ്റ്റി മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് മെട്രോമെഡിൽ മാത്രമാണ് ഈ സജ്ജീകരണം ഉള്ളതെന്നും താരതമ്യേന ചെലവേറിയ ചികിത്സയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നും ഡോക്ടർ PP മുസ്തഫ അറിയിച്ചു. ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആദ്യ നൂതന ചികിത്സാ രീതിയായ ലേസർ ആൻജിയോപ്ലാസ്റ്റി മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിൽ ആരംഭിച്ചതായി സെന്റർ ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ PP മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിൽ രക്തം കട്ട പിടിച്ച അവസ്ഥയിലും കാൽസ്യം ശേഖരം നിറയുന്ന അവസ്ഥയിലും നെഞ്ചു തുറന്ന് ബൈപ്പാസ് ശസ്ത്രക്രിയകൾക്ക് പകരം ലേസർ ആൻജിയോപ്ലാസ്റ്റി വഴി സുഖപ്പെടുത്താൻ കഴിയുമെന്ന് സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ ഗോപി പറഞ്ഞു. തടസ്സമുള്ള ഭാഗത്തെ കൊഴുപ്പും മറ്റും ലേസർ ആൻജിയോപ്ലാസ്റ്റി വഴി ബാഷ്പീകരിച്ചാണ് സുഖപ്പെടുത്തുന്നത്. നേരത്തെ ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്തവരിൽ വീണ്ടും ബ്ലോക്ക് ഉണ്ടായാൽ ലേസർ ആൻജിയോപ്ലാസ്റ്റി വഴി സുഖപ്പെടുത്താനാകുമെന്നാണ് പുതിയ സാങ്കേതിക വിദ്യയുടെ ഗുണം. 70 വയസ്സ് കഴിഞ്ഞവർക്കും രക്തക്കുഴൽ തടസ്സം മാറ്റാൻ കഴിയും.
നിലവിലുള്ള ചികിത്സാ ചെലവിനേക്കാൾ 1 ലക്ഷം രൂപ ഇതിന് അധികം വരും. ഈ നൂതന സാങ്കേതിക ചികിത്സയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഹൃദ്രോഗ ചികിത്സയിൽ ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സെന്ററാണ്. അതുകൊണ്ട് തന്നെ പല നൂതന ചികിത്സാ രീതിയും ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് വരുന്ന പല നൂതന ചികിത്സാ രീതിയും ആദ്യമായി നമ്മുടെ ചിലതൊക്കെ കേരളത്തിലേക്ക് അതേപോലെ മറ്റു പല ചികിത്സാ രീതികൾ ആദ്യമായി നോർത്ത് കേരളയിൽ കൊണ്ടുവന്നിട്ടുള്ളത് മെട്രോമെട്രോ ഇന്റർനാഷണൽ കാർഡിയക് സെന്ററാണ്. പല ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ റോട്ടാട്രിപ്സി, അതേപോലെ IVL, മൈക്ര, പിന്നെ ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനെ പല നൂതന സംവിധാനങ്ങളും മെട്രോമെട്രോയിലാണ് ആദ്യമായിട്ട് നമ്മുടെ നോർത്ത് കേരളയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള പ്രവാസി സംഘം കോഴിക്കോട് നോർത്ത് ഏരിയ കുടുംബ സംഗമവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രവാസികളുടെ മക്കളുടെ അനുമോദനവും കൗൺസിലർ VK മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ P. ലില്ലീസ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് AP അബ്ദുൾ നജീബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CV മുഹമ്മദ് ഇക്ബാൽ, ജില്ലാ പ്രസിഡന്റ് K. സജീവ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിജ പുലാക്കൽ, പ്രവാസി എഴുത്തുകാരൻ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി നജാഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ ബാബുരാജ് സ്വാഗതവും സ്വാഗത സംഘം ട്രഷറർ ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു. മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ മുൻ MLAയും സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനുമായ കോലിയക്കോട് N. കൃഷ്ണൻ നായർക്ക് കോഴിക്കോട് EMS സ്മാരക സഹകരണ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി. സ്വീകരണ പരിപാടി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം NK രാമചന്ദ്രൻ, കോഴിക്കോട് ജോയിന്റ് രജിസ്ട്രാർ NM ഷീജ, കോഴിക്കോട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TP ശ്രീധരൻ, കോളേജ് പ്ലാനിംഗ് ഫോറം പ്രതിനിധി ഷിഹാം C, അനൂപ് കുമാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ AV ശശികുമാർ, കോളേജ് പ്രിൻസിപ്പൽ ബിന്ദു PK തുടങ്ങിയവരും സംസാരിച്ചു. വ്യാപാര മേഖല വളരെയധികം പ്രയാസത്തിലാവുകയും അനുദിനം പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് കൂട്ടായ്മയിലൂടെ പരിഹാരം കാണണമെന്ന് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ ബേപ്പൂർ നിയോജക മണ്ഡലം ബിസിനസ് മീറ്റ്. യോഗത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബാബു സെഞ്ചുറി നിർവഹിച്ചു. കൂട്ടായ്മയ്ക്ക് കീഴിൽ തുടക്കമാകുന്ന V1 മാർക്കറ്റിംഗ് കമ്പനിയുടെ ലോഗോ പ്രകാശനം എപ്സോ സംസ്ഥാന കോർഡിനേറ്റർ റാഫി ഇന്ത്യൻ നിർവഹിച്ചു. ലോഗോ നിർമ്മിച്ച ബഷീർ സ്റ്റാറിനെ നൌഫൽ NPH മൊമെന്റോ നൽകി ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ അസീസ് മലബാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷെരീഫ് മുക്കം, മുനീർ പെരിന്തൽമണ്ണ, അഷ്റഫ് എലത്തൂർ, ഉണ്ണിമോയ് ഓമശ്ശേരി, ബഷീർ സ്റ്റാർ ഓമശ്ശേരി, ബാവ തിരുവമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ ബാബു കോയ സ്വാഗതവും ട്രഷറർ മനോജ് നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ സംസ്ഥാന നേതൃയോഗവും ഉമ്മൻചാണ്ടി അനുസ്മരണവും തൃശൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ബിനേഷ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യൂസ് മഞ്ഞപ്ര അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അബു കുമാളി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഫ്സൽ പത്തനംതിട്ട, സംസ്ഥാന കോർഡിനേറ്റർ രാജേഷ് ബാബു കോഴിക്കോട്, സംസ്ഥാന ഭാരവാഹികളായ ഹിമഗിരി, ജില്ലാ പ്രസിഡന്റുമാരായ അർജുൻ പത്തനംതിട്ട തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാന നേതൃത്വ സംഗമവും ഓണാഘോഷവും വിപുലമായ രീതിയിൽ ആഘോഷിക്കുവാനും യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PSC അംഗത്വത്തിന് കോഴ നൽകിയെന്ന വിവാദത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി KP പ്രകാശ് ബാബു. തൊഴിൽ മേഖലയുടെ ആവശ്യത്തിനനുസരിച്ച് പഠനം നൈപുണ്യ കേന്ദ്രീകൃതമാക്കണമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ. പ്രണയത്തിന് ഇന്നും മാപ്പ് കൊടുക്കാത്ത സമൂഹത്തിൽ നിന്നാണ് കുമാരനാശാൻ കവിത എഴുതിയതെന്ന് MN കാരശ്ശേരി. ICSE സ്കൂളുകളുടെ സംസ്ഥാന തൈക്കാൻഡോ ചാമ്പ്യൻഷിപ്പിൽ
കോഴിക്കോട് ലയാല സ്കൂളിന് 34 പോയിന്റോടെ വിജയം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.